ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റാംപുറം ഓട്ടോ സ്റ്റാൻഡ്, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡ്. അവിടെ നിന്നൊരു ചെറിയൊരു വിനോദയാത്രയാണ്. നമ്മുടെ കൂട്ടുകാരന്മാരെ തമ്മിൽ എല്ലാവരും ബോട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ടിൽ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വിശേഷമായിട്ട് നമുക്ക് കാണിക്കാം. ഒരു ബോട്ടിൽ നിന്ന് വേണം അടുത്ത ബോട്ടിലോട്ട് കയറാൻ. ഇവിടുന്ന് കയറിയിട്ട് വേണം അടുത്ത ബോട്ടിലോട്ട് കയറാൻ. അങ്ങനെ നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട്. ചെറിയ വള്ളമാണ്, ശിക്കാര വള്ളം. നമ്മുടെ ഓട്ടോറിക്ഷക്കാരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബോട്ട് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി വളച്ചോണ്ടിരിക്കുകയാണ്, റിവേഴ്സ് എടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ബോട്ട്. അടാ നമ്മൾ ഫ്രണ്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പുന്നമടക്കായലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കനാലിൽ നിന്ന് പുന്നമടക്കായലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആയിട്ടൊരു തിരക്കാണ് കാണുന്നത്. ഈ വരുന്ന എല്ലാം നമ്മുടെ പോലെ തന്നെ വള്ളങ്ങളാണ്, ശിക്കാര വള്ളങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം മെയിൻ കായലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ കിടക്കുന്ന കാണാം. ഇതൊന്നുമല്ല, ഒരുപാട് ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിൽ തന്നെ ഉണ്ട് കേട്ടോ. മെയിൻ കായൽ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇതേപോലെ കായലിൻ്റെ അടുത്ത് ഇതേപോലെ ചെറിയൊരു ദ്വീപുകളൊക്കെ പക്ഷികളൊക്കെ ഇരിക്കുന്നതാണ്. വല വീശുന്ന വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കറക്റ്റായിട്ട് അത് കിട്ടിയില്ല. അപ്പൊ വെള്ളവും മേടിക്കാം. നോക്കൂ എത്രത്തോളം ഹൗസ് ബോട്ടുകളാണ് ഈ നിരത്തി കിടക്കുന്നതെന്ന് നോക്കൂ. നമ്മുടെ ശിക്കാര വള്ളത്തിന്റെ അടുത്തുകൂടെ തന്നെ വലിയൊരു ഹൗസ് ബോട്ട് പോകുന്നു. ഇതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ഒരു അപ്പൂപ്പൻ കുപ്പി പറക്കുവാണ്. ഹൗസ് ബോട്ടിന് കളയുന്ന കുപ്പി എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന പരിപാടിയാണ്. ഈ കാണുന്നത് ശിക്കാര വള്ളമാണ്. നമ്മളെ പോലെ തന്നെ അത് വേറൊരു ഷേപ്പിലുള്ള ചുണ്ടൻ വള്ളം പോലത്തെ ഒരു ഷേപ്പുള്ള ശിക്കാര വള്ളമാണ് ഈ കാണുന്നത്. അങ്ങനെ കായലിന്റെ സൈഡിലുള്ള വീടുകളാകട്ടെ ഹൗസ് ബോട്ടുകളാകട്ടെ എല്ലാം ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പു അസീബിന്റെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. വെറൈറ്റി സ്റ്റെപ്പൊക്കെ ആയിട്ട് അപ്പു വരുന്നുണ്ട്. ഈ കാണുന്ന പുതിയൊരു ഹൗസ് ബോട്ടാണ്. അതിന്റെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ ബോട്ടിനും ചെറും വള്ളങ്ങൾക്ക് എണ്ണയടിക്കുന്ന സ്ഥലമാണ്. ഇടക്കായൽ കയറി നമ്മൾ സായി കായലിലോട്ടാണ് കയറി. ഇവിടെ സ്പീഡ് ബോട്ടിന്റെ അഭ്യാസങ്ങൾ തന്നെ കാണാം. നമുക്ക് കയറാവുന്നതാണ് പൈസ കൊടുത്ത്. നീന്തലാട്ടെ കയാക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന സർക്കാർ സ്കൂളും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ശിക്കാര വള്ളം ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. ഒരു കടേന്റെ പറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും ഇവിടുന്ന് യാത്ര തുടങ്ങുവാണ്. നമ്മളിപ്പോൾ അടുത്ത കായലിൽ നിന്ന് പോകുന്നത് കൈനേറി റൂട്ടിലോട്ടാണ് പോകുന്നത്. അത് ഇടത്തോട് കയറിയാണ് നമ്മൾ. ഈ കാണുന്ന പാലം പുതിയതായിട്ട് വന്ന ഒരു പാലം. ക്യാമറയുടെ മുമ്പിൽ കിടന്ന് ഷോ കാണിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എന്റെ കൂടെ അപ്പൂമാൻ കൂടി ഞങ്ങൾ മാരി സ്റ്റൈൽ കാണിക്കുമായിരുന്നു അവിടെ. ഈ കാണുന്ന വള്ളമാണ് കണ്ടെയ്നർ വള്ളം. ഹെവി ലോഡ് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന വള്ളമാണ് ആ നേരത്തെ കണ്ടത്. നേരത്തെ പറഞ്ഞ ആ ഇടത്തോട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇടത്തോട് കയറി കൈനേറി ടെർമിനലിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. അങ്ങോട്ട് പോകും. അപ്പൊ ഇതുപോലുള്ള കയാക്കിംഗ് ഒക്കെ കാണാം. നമുക്ക് പിള്ളേരെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. നമുക്കും എടുക്കണമെങ്കിൽ എടുക്കാം കയാക്കിംഗ്. കൈനേരിയിലുള്ള ആൾക്കാരുടെ ഓട്ടോറിക്ഷയാണ് ആ പോകുന്നത്. വേറൊരു അപ്പച്ചൻ സാധനം മേടിച്ചോണ്ട് പോകുന്നുണ്ട്. ടൗണിൽ നിന്നാണ് പോകുന്നത്. ഏകദേശം കായലിന്റെ കറക്റ്റ് സെന്ററിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം കൈനേരി ടെർമിനലിലോട്ടാണ് പോകുന്നത്. ആലപ്പുഴക്കാരായ നിങ്ങൾക്ക് അറിയാലോ ഏകദേശം. ഇവിടെ വന്ന് കാണുമല്ലോ. നമ്മുടെ ശിക്കാര ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ചെറുകടകളൊക്കെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇവിടെ. പിന്നെ ഒരുപാട് ഫോട്ടോഷൂട്ട്, വെഡിങ് വർക്ക്, കല്യാണ ഷൂട്ടിങ് ഇതെല്ലാം ഇവിടെ ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ ഓരോ ആൾക്കാരും മേടിക്കുന്നുണ്ട്. ചക്കയാകട്ടെ, കരിക്കാകട്ടെ, ഞാനും മേടിച്ചു. പൈനാപ്പിൾ. നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളായിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയായ എല്ലാവർക്കും വിശപ്പിന്റെ വിളി തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ പോകുന്നത് അടുത്തുള്ള ഷാപ്പിലോട്ടാണ് പോകുന്നത്. ഷാപ്പിൽ പോകുന്നത് കള്ളു കുടിക്കാനല്ല, ഭക്ഷണം കഴിക്കാനാണ്. മീൻ വറുത്ത ഏത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ലൈവ് തന്നെ പൊരിച്ചു തരുന്നത് അവിടെ. അപ്പോഴേക്ക് തന്നെ അകത്ത് ചോറിട്ട് കഴിഞ്ഞു. സ്പെഷ്യൽ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് വരട്ടെ, ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെ. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ മീൻകറി കൂട്ടി കഴിച്ചാൽ മതി. ചോറ് അടിപൊളി ടേസ്റ്റ് ആണ്. മീൻകറി കൂട്ടി കഴിക്കാൻ തന്നെ. ഞാൻ സ്പെഷ്യൽ വരുന്നൊരു കാത്തേക്ക് ഇരുന്നൊന്നുമില്ല, ഭക്ഷണം കഴിക്കാൻ നേരത്തെ തുടങ്ങി. ഈ വെച്ചിരിക്കുന്ന കക്കറച്ചിയാണ് വെച്ചോണ്ടിരിക്കുന്ന. കള്ളല്ല, കഞ്ഞിവെള്ളമാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. ഈ കാണുന്ന മുയലിറച്ചി, ഇതാണ് തലക്കറി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തലക്കറി. കൊണ്ടുവന്ന ഐറ്റങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തലക്കറിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അസല് ടേസ്റ്റ് തന്നെയായിരുന്നു. ആ തലക്കറിയുടെ ഇടക്കുള്ള മാംസമൊക്കെ എടുക്കുമ്പോൾ എന്ത് ടേസ്റ്റാന്ന് പറയാം. ഈ കാണുന്ന കൊഴുവ ഫ്രൈ ആണ്. പിന്നെ കരിമീൻ വലുത് പറഞ്ഞിട്ടുണ്ട്, അത് വന്നിട്ടില്ല, ഉടനെ വരും. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആരും കോംപ്രമൈസ് കാണിച്ചില്ല, എല്ലാവരും നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കരിമീനും വന്നിട്ടുണ്ട്. കരിമീനാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവര്. ക്ഷീണിച്ചു പോയില്ലേ? 2 ദിവസം ലഭിച്ചാൽ തുടങ്ങിയിട്ട് നീ കളിക്കത്തില്ലേ? ഇവിടെ 2 ദിവസം 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 2
അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷക്കാർ ഷാപ്പിലെ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നേരെ ആലപ്പുഴയാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. എല്ലാവർക്കും മത്തായിട്ടുണ്ട്, ഉറക്കക്ഷീണം വന്നു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ, അപ്പു, അസീബ് ഞങ്ങൾ മൂന്നുപേരും പുറയിലിരുന്നു. എന്തൊക്കെയോ ഞങ്ങൾ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. നേരത്തെ ഒരു അപ്പച്ചനെ കണ്ടില്ല, അതേപോലെ വേറൊരു അപ്പച്ചൻ. ഈ വരുന്ന ബോട്ടാണ് KSRTC ബോട്ടാണ്, കോട്ടയം റൂട്ടാണ് പോകുന്നത്. ഇനി ഒരാളെ കാണിച്ചത്, ഇയാളാണ് ഇതിന് നേതൃത്വം വെച്ചത് ബോട്ടിങ്ങിന്. എന്നിട്ട് കിടന്നുറങ്ങുന്നു ബോട്ടിൽ. ഇതാണ് നമ്മുടെ KSRTC ബോട്ട് സർവീസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ്. തൊട്ടടുത്ത് തന്നെ ഇന്ത്യൻ ഓയിലും കൂടെ ഉണ്ട്, ബോട്ടിന് എണ്ണയടിക്കുന്നതാണ്. ഏകദേശം ഞങ്ങൾ തിരിച്ചെത്താറായി. ഓട്ടോറിക്ഷക്കാർക്ക് സ്കൂൾ പിള്ളേരൊക്കെ ഉള്ളതാ, അവരൊക്കെ വിളിക്കാൻ പോകണം. ഇവിടെ എത്തിയിട്ടുണ്ട് തിരിച്ച്. ഇനി തിരിച്ച് പഴയതുപോലെ കാക്കിയിടുക, ഓടട ഓട്ടം തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ ഓട്ടോറിക്ഷക്കാരുടെ വിശേഷങ്ങളും ഓട്ടോ വിശേഷമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.